നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിൽ പ്രതിഷേധവുമായി BJP. ഡോക്ടർ എൻ ജയരാജ് MLA ഓഫീസിലേക്ക് മാർച്ച്. ഉച്ചകഴിഞ്ഞുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം. പാമ്പാടി, കൂരോപ്പട, പനച്ചിക്കാട് ഭാഗങ്ങളിൽ മരങ്ങൾ മറിഞ്ഞു വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. മണർകാട് ഐരേറ്റുനട പാലം അപകടാവസ്ഥയിൽ. തൂണിന്റെ ഒരു ഭാഗം ഇളകിപ്പോയി. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. കേന്ദ്ര പെൻഷൻ അട്ടിമറിക്കാൻ നീക്കം. സിവിൽ പെൻഷനേഴ്സ് ഫോറം രംഗത്ത്. കോട്ടയത്ത് മനുഷ്യച്ചങ്ങല. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിൽ പ്രതിഷേധിച്ച് BJP കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ എൻ ജയരാജിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിൽ പ്രതിഷേധവുമായി BJP കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ എൻ ജയരാജ് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാഞ്ഞിരപ്പള്ളി കുരിശങ്കൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വോട്ട് കുത്തിയവരെ പിന്നിൽ നിന്നും കുത്തുകയാണ് MLA ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധ നയം ബൈപ്പാസിന്റെ പണികൾ നിലയ്ക്കാൻ ഇടയാക്കിയെന്ന് റോയ് ചാക്കോ പറഞ്ഞു. നമുക്കറിയാം, വോട്ട് കുത്തിയവരെ പിന്നിൽ നിന്ന് കുത്തിയ കാഞ്ഞിരപ്പള്ളി MLA ഒരു കാര്യം ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്ന് തീരും സാർ ഈ ബൈപ്പാസിന്റെ പണി? ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ വികസന വിരുദ്ധ നയവും കാഞ്ഞിരപ്പള്ളി MLA അനാസ്ഥയുമാണെന്ന് പറയാൻ BJP ആഗ്രഹിക്കുകയാണ്. ശബരിമല തീർത്ഥാടന പാതയും കിഴക്കൻ മലയോര ഗതാഗത വിനോദസഞ്ചാരത്തിലേക്കുള്ള പാതയും കടന്നു പോകുന്ന കാഞ്ഞിരപ്പള്ളി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു ശമനമുണ്ടാകണം എന്ന അർത്ഥത്തിലാണ് ഈ ബൈപ്പാസിന് തുടക്കം കുറിച്ചത്. എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ പദ്ധതികളും എന്ന പോലെ തന്നെ ഈ പദ്ധതിയും അവതാളത്തിലായിരിക്കുകയാണ്. ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈശാഖ S. നായർ, പ്രശാന്ത് മാലമല, ബിനു, സിന്ധു സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഇന്ന് ഉച്ചകഴിഞ്ഞ് കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വീശിയ കാറ്റിൽ പരക്കെ നാശനഷ്ടം. കൂരോപ്പട, പാമ്പാടി പ്രദേശങ്ങളിൽ നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. കൂരോപ്പട അമ്പലപ്പടിക്കൽ നിന്നിരുന്ന തേക്കുമരം മാടപ്പാട് റോഡിലേക്ക് വീണതിനെ തുടർന്ന് പാമ്പാടി കൂരോപ്പട റോഡിലെയും മാടപ്പാട് റോഡിലെയും നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നു. ദേശീയപാതയിൽ മണർകാട് മാധവൻപടിയിലുള്ള ഐരേറ്റുനട പാലം അപകടാവസ്ഥയിൽ. വർഷങ്ങളുടെ പഴക്കമുള്ള പാലത്തിന്റെ തൂണിന്റെ ഒരു ഭാഗം മഴയിൽ അടർന്നു വീണു. മണർകാട് കോട്ടയം റോഡിൽ മാധവൻപടിക്ക് സമീപമാണ് ഐരേറ്റുനട പാലം. ഈ പാലത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വെട്ടുകല്ലും കരിങ്കല്ലും കൊണ്ടാണ് പാലം പണിതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ വെട്ടുകല്ലുകൾ അടർന്നു വീണു. അപകടകരമായ രീതിയിൽ കുഴപ്പങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കാലപ്പഴക്കമുള്ള ഈ പാലം അപകടം വരുത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നവീകരണവുമായി ബന്ധപ്പെട്ട് കണ്ടത്തിന്റെ ഇരുഭാഗങ്ങളും കരിങ്കൽ കൊണ്ട് കെട്ടി റോഡിന് വീതി കൂട്ടിയത്. മാധവൻപടിയിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് നിരവധി അപകടങ്ങളും പതിവാണ്. ചെറിയൊരു വളവും അതിനൊത്ത കാടുപിടിച്ച പുറമ്പോക്ക് ഭാഗവും നിരന്തരമായ അപകടത്തിന് കാരണമാകുന്നുണ്ട്. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പുറമ്പോക്കിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പെൻഷൻകാർ കോട്ടയത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിനും ബസ് സ്റ്റാൻഡിനും ഇടയിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഭരണഘടനാ സംരക്ഷണമുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ നിഷേധിക്കാനായി നിയമമാക്കിയ പെൻഷൻ നിയമ സാധൂകരണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിവിൽ പെൻഷനേഴ്സ് ഫോറം രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുകയാണ്. ആദ്യഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിനും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനും ചുറ്റിലുമായി കേന്ദ്ര പെൻഷൻകാർ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു. ചങ്ങലയെ തുടർന്ന് പെൻഷൻ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. നിയമമാക്കിയ പെൻഷൻ നിയമങ്ങളുടെ സാധൂകരണം അപകടകരവും നീതി നിഷേധവും ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പെൻഷൻ നിയമങ്ങളെയും സുപ്രീം കോടതി വിധികളടക്കം അവഗണിച്ച് പെൻഷൻകാരെ പല തട്ടുകളാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ക്രൂരമായ നിയമം ഭരണഘടനാ വിരുദ്ധം കൂടിയാണ്.
ചങ്ങലയ്ക്ക് മുന്നോടിയായി ചേർന്ന യോഗം ജില്ലാ സിവിൽ പെൻഷനേഴ്സ് ഫോറം ചെയർമാൻ തോമസ് പോത്തൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി.ജെ. തോമസ് അധ്യക്ഷനായി. ജില്ലാ കോർഡിനേറ്റർ ആർ.എം. രവീന്ദ്രൻ, വിവിധ പെൻഷൻ സംഘടനകളെ പ്രതിനിധീകരിച്ച് വി.എസ്. തങ്കപ്പൻ, വി. കാർത്തികേയൻ, ജോൺ വി. ഡാനിയൽ, ബി. പുരുഷോത്തമൻ, ആർ. അനന്തനാരായണ റെഡ്ഡിയാർ, മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഈരയിൽ കടവിൽ ബൈപ്പാസിൽ നിന്നും എക്സൈസ് സംഘം ഹാഷിഷ് ഓയിൽ പിടികൂടി. മൂലേടം നെടുകയിൽ വി. അർജുൻ അറസ്റ്റിലായി. കോട്ടയം ഈരയിൽ കടവിൽ ബൈപ്പാസിൽ നിന്നും എക്സൈസ് സംഘം ഹാഷിഷ് ഓയിൽ പിടികൂടി. മൂലയിടം നെടുകയിൽ വി. അർജുനെയാണ് ഹാഷിഷ് ഓയിലുമായി എക്സൈസ് സംഘം പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പരിശോധനയുടെ ഭാഗമായി ഈരയിൽ കടവ് ബൈപ്പാസ് വഴി വന്നപ്പോഴാണ് സംശയാസ്പദമായ രീതിയിൽ യുവാവിനെ കണ്ടത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലും പരിശോധനയിലുമാണ് യുവാവിന്റെ പക്കൽ നിന്നും ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തത്. ഈരയിൽ കടവ് ബൈപ്പാസ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മനോജ് ടി.ജെ, സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ അമൽദേവ്, അജയ് ചന്ദ്രൻ, അനസ്, വനിതാ സിവിൽ ഓഫീസർ രജനി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൂവപ്പള്ളി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും രോഗപരിശോധനാ ക്യാമ്പും നടത്തുന്നു. കൂവപ്പള്ളി സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടക്കുന്ന സെമിനാറിനും ക്യാമ്പിനും കോട്ടയം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിവിഷൻ മേധാവി ഡോക്ടർ കെ. സുരേഷ് കുമാർ നേതൃത്വം നൽകും. കോട്ടയം മെഡിക്കൽ കോളേജ്, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, മേരി ക്വീൻസ് ആശുപത്രി, കൂവപ്പള്ളി ഹോളി ക്രോസ് ആശുപത്രി, ഇടക്കുന്നം ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകുമെന്ന് വികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ബാബു ടി. ജോൺ, സെക്രട്ടറി ജോസ് കൊച്ചുപുര, അബ്രഹാം ജേക്കബ് പയ്യനാട്ട്, ബിജോയ് കൊച്ചു കരിപ്പാപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂവപ്പള്ളിയിൽ പുതിയതായി രൂപീകരിച്ച കൂവപ്പള്ളി വികസന സമിതി നേതൃത്വത്തിൽ 26-ാം തീയതി നാളെ ശനിയാഴ്ച രാവിലെ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും ക്യാൻസർ രോഗനിർണയ ക്യാമ്പും നടത്തുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ സുരേഷ് കുമാർ കെ നേതൃത്വം നൽകുന്ന ക്യാമ്പിലും എല്ലാ രോഗികളെയും ആദ്യം രജിസ്റ്റർ ചെയ്ത 100 രോഗികൾക്ക് പരിശോധനയും ബാക്കിയുള്ളവർക്ക് ബോധവൽക്കരണ സെമിനാറും പങ്കെടുക്കാവുന്നതാണ്. കാഞ്ഞിരപ്പള്ളി കുന്നഭാഗ ഹോസ്പിറ്റല്, മേരി ക്വീൻസ് ഹോസ്പിറ്റല്, ഇടക്കുന്നം ഗവൺമെൻറ് ഹോസ്പിറ്റല്, കൂവപ്പള്ളി ഹോളി ക്രോസ് ഹോസ്പിറ്റല് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന പ്രൊഫസർ കെ. എബ്രഹാമിന്റെ ചരമവാർഷികം ആചരിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവായിരുന്ന പ്രൊഫസർ കെ. എബ്രഹാമിന്റെ 12ാം ചരമവാർഷിക അനുസ്മരണം പാലായിൽ നടന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കെ. എബ്രഹാമിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വളരെ മാന്യമായ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുജീവിതവും നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് എല്ലാവർക്കും വലിയ ബഹുമാനവുമാണ്. എബ്രഹാം സാറിനോട് ബഹുമാനമില്ലാത്തവരാരുമില്ല. കാരണം അദ്ദേഹം എന്നും ആ നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചപ്പോഴും ആ നിലപാട് തന്നെയാണ് തുടർന്ന് വന്നിട്ടുള്ളത്. പല റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി അന്ന് വലിയ ലാഭകരമായി പ്രവർത്തിച്ച പ്രസ്ഥാനം ഇന്നിപ്പോൾ നഷ്ടത്തിലാണെന്നാണ് വേദിയിൽ നിന്നപ്പോൾ എന്നോട് ഇവരെല്ലാം സൂചിപ്പിച്ചത്. അപ്പോൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനവും എബ്രഹാം സാറ് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അതിനകത്തൊരു അർപ്പണബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കിഴതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ INTUC പാല നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജോസഫ് വാഴക്കൻ, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ഫിലിപ്പ് ജോസഫ്, അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, ജോയിസ് കറിയ, R. സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ റബ്ബർ തോട്ടത്തിലെ വളപ്രയോഗം സംബന്ധിച്ച് ഓൺലൈൻ പരിശീലനം നൽകുന്നു. ഈ മാസം 29-ന് പകൽ 10:30-ക്കും 12:30-ക്കും ഇടയിലാണ് പരിശീലനം. GST ഉൾപ്പെടെ 118 രൂപയാണ് പ്രോഗ്രാം ഫീസ്. വിവരങ്ങൾക്ക് 9495928077 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിൽ പ്രതിഷേധവുമായി BJP. ഡോക്ടർ ജയരാജ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച്. ഉച്ചകഴിഞ്ഞുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടം. പാമ്പാടി, കൂരോപ്പട, പനച്ചിക്കാട് ഭാഗങ്ങളിൽ മരങ്ങൾ മറിഞ്ഞു വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു.
മണർകാട് ഐരേറ്റുനട പാലം അപകടാവസ്ഥയിൽ തൂണിന്റെ ഒരു ഭാഗം ഇളകിപ്പോയി. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. കേന്ദ്ര പെൻഷൻ അട്ടിമറിക്കാൻ നീക്കം. സിവിൽ പെൻഷനേഴ്സ് ഫോറം രംഗത്ത്. കോട്ടയത്ത് മനുഷ്യച്ചങ്ങല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.